ഡാംഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓസിലേഷൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഓസിലേഷൻസിന് പറയുന്ന പേരാണ് ഡാംഡ് ഓസിലേഷൻസ്. ഓസിലേഷൻസ് ഡൈ ഔട്ട് ചെയ്യുക എന്നും പറയും. ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ കണ്ടിന്യൂസ്ലി ഡിക്രീസസ് ഡ്യൂ ടു ഡിസിപ്പേറ്റിംഗ് ഫോഴ്സസ് ലൈക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ്, then it is said to be damped simple harmonic motion. Damped simple harmonic motion ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഡാമ്പിംഗ് ഫോഴ്സ് എഫ് ഡി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആൻഡ് ഓപ്പോസിറ്റ് വെലോസിറ്റി. ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും, എന്നാൽ ഓപ്പോസിറ്റും ആയിരിക്കും ഡാമ്പിംഗ് ഫോഴ്സ്. കാരണം ഓസിലേഷനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഡാമ്പിംഗ് ഫോഴ്സ്. സോ വി ക്യാൻ റൈറ്റ് എഫ് ഡി പ്രൊപ്പോർഷണൽ ടു മൈനസ് ബി ഓർ എഫ് ഡി ഈസ് ഈക്വൽ ടു മൈനസ് ബി വി. ഹിയർ ബി ഈസ് കോൾഡ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. We already know the restoring force F is equal to minus kx. Therefore, the total force F is equal to minus bv minus kx. Velocity can be written as dx by dt. So, this equation becomes F is equal to minus b dx by dt minus kx. According to Newton's second law, we know F is equal to ma, that is F is equal to m into d square x by dt square. So, ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫോഴ്സ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് എം എ, ദാറ്റ് ഈസ് എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് കൊടുക്കാം. സോ വി ക്യാൻ റൈറ്റ് m d square x by dt square is equal to minus b dx by dt minus kx. കമ്പൈൻ ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഡിവൈഡിംഗ് ദി ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ എം വി ഗെറ്റ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ബൈ എം ഡി എക്സ് ബൈ ഡി ടി plus k by m x is equal to 0. But we know k by m is equal to omega square. So, the equation becomes d square x by dt square plus b by m dx by dt plus omega square x is equal to 0. ഇതാണ് ഡാംഡ് സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സെയിം ആസ് ബിഫോർ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ദ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2m സൈൻ ഒമേഗ ഡാഷ് ടി പ്ലസ് 5. ഹിയർ എ ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2m ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ എ ഇ റേസ് ടു മൈനസ് ബി ടി ബൈ 2m അത് മുഴുവനുമാണ്, ആ ടേം മുഴുവനുമാണ് ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫ്രം ദിസ് വി ക്യാൻ ഗെറ്റ് ദ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ബി ടി ബൈ എം. എനർജിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എങ്ങനെയാണ്? ഹിയർ ഒമേഗ ഡാഷ് എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒമേഗ ഡാഷ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം മൈനസ് ബി സ്ക്വയർ ബൈ 4m സ്ക്വയർ. ഈ ഇക്വേഷനിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻറ്റ്സ്: ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് ബട്ട് ഡിക്രീസസ് എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം. ഇ റേസ് ടു മൈനസ് എന്ന് വരുന്നത് കൊണ്ട് ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് അല്ല, എക്സ്പൊണൻഷ്യലി ഡിക്രീസിങ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സിമിലർലി എനർജി ഓൾസോ ഡിക്രീസസ് എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം. ആംപ്ലിറ്റ്യൂഡിന് ടൈമിനനുസരിച്ചുണ്ടാകുന്ന ഒരു എക്സ്പൊണൻഷ്യൽ ഡിക്രീസാണ് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്.
Next is, what is forced oscillation? ഓസിലേഷൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എക്സ്റ്റേണൽ ഫോഴ്സ് വരുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഏജൻസി ഉപയോഗിച്ച് ഈ ഡാമ്പിങ്ങിനെ ഓവർകം ചെയ്യാനും സാധിക്കും. അങ്ങനെ ഓവർകം ചെയ്യുകയാണെങ്കിൽ അത്തരം ഓസിലേറ്റേഴ്സിനെ നമ്മൾ ഫോഴ്സ്ഡ് ഓസിലേറ്റർ ഓർ ഡ്രിവൺ ഓസിലേറ്റർ എന്ന് പറയുന്നു. Any oscillator driven by an external periodic agency to overcome damping is known as forced oscillator or driven oscillator, and the oscillation is known as forced oscillation. ഫോഴ്സ്ഡ് ഓസിലേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സ്റ്റേണൽ ഏജൻസി വഴി കൊടുക്കുന്ന ഫോഴ്സാണ്. ദെൻ ആ ഫോഴ്സ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് F0 സൈൻ ഒമേഗ ഡി ടി. സോ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു F0 സൈൻ ഒമേഗ ഡി ടി. ഓൾറെഡി ഡാമ്പിംഗ് നടക്കുന്ന ഒരു ഓസിലേറ്ററിന് ആ ഡാമ്പിംഗ് ഫോഴ്സിനെ മാനേജ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഹിയർ F0 is the amplitude of the driving force and omega d is the frequency of the driving force. ഈ കേസിൽ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എ ഡാഷ് സൈൻ ഒമേഗ ഡി ടി പ്ലസ് 5 ആൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് എ ഡാഷ് ഇസ് ഈക്വൽ ടു F0 ബൈ റൂട്ട് ഓഫ് എം സ്ക്വയർ ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ ബി സ്ക്വയർ. ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസ് സ്മോൾ ഡാമ്പിംഗ് ആണ്. ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഫാർ അവേ ഫ്രം നാച്ചുറൽ ഫ്രീക്വൻസി. ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. വളരെ സ്മോൾ ഡാമ്പിംഗ് ആണ്. സ്മോൾ ഡാമ്പിംഗ് ആണെങ്കിൽ മുകളിലുള്ള ഇക്വേഷനിൽ ആംപ്ലിറ്റ്യൂഡിനുള്ള ഇക്വേഷനിൽ ഒമേഗ ഡി ബി എന്ന ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും. So the amplitude term becomes F0 by m into omega square minus omega d square. ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡിനുള്ള വാല്യൂ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. If we go on changing the driving frequency, the amplitude tends to infinity when it equals natural frequency. ഇനി ഡ്രൈവിംഗ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഒമേഗ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ടെൻസ് ടു ഒമേഗ ഡി എന്നൊരു കണ്ടീഷൻ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി ക്ലോസ് ടു നാച്ചുറൽ ഫ്രീക്വൻസി. അതായത് ഡ്രൈവിംഗ് ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി ആ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയോട് ക്ലോസ് ആയിട്ടാണെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ഡി എന്നൊരു കണ്ടീഷനാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ആംപ്ലിറ്റ്യൂഡിനുള്ള ഇക്വേഷനിൽ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ എന്നുള്ള ടേം ക്യാൻസലായി പോകും. സോ ആംപ്ലിറ്റ്യൂഡ് ബിക്കംസ് F0 ബൈ ഒമേഗ ഡി ബി എന്ന് കിട്ടും. ദിസ് ഈസ് ദ മാക്സിമം പോസിബിൾ ആംപ്ലിറ്റ്യൂഡ് ഫോർ എ ഗിവൺ ഡ്രൈവിംഗ് ഫ്രീക്വൻസി governed by the driving frequency and damping. ഇതാണ് ഓസിലേഷൻ്റെ കേസിൽ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്. ദാറ്റ് ഈസ് വെൻ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ഡി. ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൊടുത്തിട്ട് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജൻസി കൊണ്ട് ഫോഴ്സ് കൊടുത്തിട്ട് ഡ്രൈവിംഗ് ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഓൾമോസ്റ്റ് അടുത്തായിട്ട് വരുന്നു, ഓൾമോസ്റ്റ് അല്ല ഈക്വലായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ. രണ്ടും ഈക്വലായിട്ട് വരുന്നു, രണ്ടും ഒരേപോലെ വരുന്നു. അത്തരം കണ്ടീഷനും നമ്മൾ പറയുന്ന പേരാണ് റെസണൻസ്. ദ ഫിനോമിനൻ ഓഫ് ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് വെൻ ദ ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഈസ് ക്ലോസ് ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റർ ഈസ് കോൾഡ് റെസണൻസ്.
ഇത്തരം കേസിൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയാൽ ചില കേസുകളിൽ ഒരുപാട് ഡിസാസ്റ്റേഴ്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായ കുറച്ച് കണ്ടീഷൻസാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെതിരെ എടുത്ത ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ദ ടക്കോമ നാരോസ് ബ്രിഡ്ജ് USA കൊളാപ്സ്ഡ് ഡ്യൂ ടു റെസണൻസ്. റെസണൻസ് മൂലം USA ഒരു ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്തു. ബ്രിഡ്ജിന് ഓൾറെഡി ഒരു ഓസിലേഷൻ ഉണ്ടായിരുന്നു. വിൻഡ് കൂടെ വന്നപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഓസിലേഷൻ, രണ്ടിൻ്റെയും കൂടെ ഫ്രീക്വൻസി ഒരേ ക്ലോസ് ആയി വന്നു. അങ്ങനെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമമായി ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്തു. സെക്കൻഡ് വൺ, ടു അവോയ്ഡ് റപ്ചർ ഓഫ് ബ്രിഡ്ജസ് ഡ്യൂ ടു റെസണൻസ്, മാർച്ചിങ് സോൾജേഴ്സ് ബ്രേക്ക് സ്റ്റെപ്സ് വൈൽ ക്രോസിങ് എ ബ്രിഡ്ജ്. ബ്രിഡ്ജിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ സോൾജേഴ്സ് മാർച്ചിങ് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതും റെസണൻസ് സ്റ്റോപ്പ് ചെയ്യാനാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് എയർക്രാഫ്റ്റ് ഡിസൈനേഴ്സ് മേക്ക് ഷുവർ ദാറ്റ് നൺ ഓഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസീസ് അറ്റ് വിച്ച് എ വിങ് ക്യാൻ ഓസിലേറ്റ് മാച്ച് ദ ഫ്രീക്വൻസി ഓഫ് എൻജിൻസ് ഇൻ ഫ്ലൈറ്റ്. എയർക്രാഫ്റ്റ് ഡിസൈനേഴ്സിൻ്റെ അവരും ശ്രദ്ധിക്കുന്നൊരു കാര്യം, വിങ്സിൻ്റെ ഫ്രീക്വൻസിയും എൻജിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ ഒരേപോലെ ഓസിലേറ്റ് ചെയ്യരുത് എന്നൊരു കാര്യം അവരും നോട്ട് ചെയ്യുന്നുണ്ട്. അവിടെയും റെസണൻസ് ഉണ്ടാകാതിരിക്കും. ഇനി ഇൻ ആൻ എർത്ത് ഷോർട്ട് ആൻഡ് ടോൾ സ്ട്രക്ചേഴ്സ് റിമെയിൻ അൺഎഫക്റ്റഡ് വൈൽ മീഡിയം ഹൈറ്റ് സ്ട്രക്ചേഴ്സ് ഫോൾ ഡൗൺ. എർത്ത് ക്വേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ചെറിയ ബിൽഡിങ്ങുകളും ഏറ്റവും ടോളായിട്ടുള്ള ബിൽഡിങ്ങുകളും എഫക്റ്റഡ് ആവില്ല എന്നാണ് പറയുന്നത്. എർത്ത് ക്വേക്കിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് റെസണൻസിൽ വരുന്നത് മീഡിയം ഹൈറ്റ് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ അവയാണ് പെട്ടെന്ന് ഫോൾ ഡൗൺ ആവുന്നത്. ദെൻ the natural frequencies of short structures are higher and those of taller structures lower than the frequency of the seismic wave. അതാണ് റീസൺ ആയിട്ട് പറയുന്നത്. ഓക്കെ.